നമ്മുടെ ചെറുപ്പകാലം പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ കാലവും കുട്ടികളും. നയന, നീ കുട്ടികളെല്ലാം കൂടി പുറത്തു പോയി കളിക്കുക. എന്താ ഇപ്പൊ കളിക്കാം? ഊഞ്ഞാലാകാം. അത് വേണ്ട, കേമിഴി ബാക്കി പോയി എന്നും കളിക്കാറുണ്ട്. എന്നാ നമുക്ക് കളിച്ചടിക്കാം. ഓക്കെ, പക്ഷെ ഇത്രയും വലിയ വീടിന്റെ മുറ്റത്ത് എങ്ങനെ? അത് നമുക്ക് നോക്കാം. അവിടെ ഒരു ഓൾഡ് മാൻ. എവിടെ നോക്കട്ടെ? റോസാച്ചെടിയുടെ അടുത്ത്. അത് ചിലപ്പോ പിള്ളേർ പിടിക്കുന്ന ആളായിരിക്കാം. നമുക്ക് നോക്കാം. ഒന്നും മിണ്ടായിരുന്നേ. നമുക്ക് ആ അപ്പൂപ്പനോട് തന്നെ ചോദിക്കാം. ആരാ നിങ്ങൾ? എന്തിനാണ് വന്നിരിക്കുന്നത്? ഞങ്ങളെ പിടിച്ചോണ്ട് പോവാനാ? ഞാനോ? നിങ്ങളെ പിടിക്കാനോ? എന്നെ കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. പിന്നെ എന്തിനാ ഇവിടെ വന്നത്? അത് ഞാൻ നിങ്ങളുടെ കളിയും ചിരിയും നോക്കി നിന്നതാ. കുട്ടികൾ അവർ എൻ്റെ ജീവനാണ്. അപ്പൂപ്പന് മക്കളില്ലേ? ഉണ്ട്. അവരെല്ലാം വളരെ വളരെ ദൂരെയാ. അതൊക്കെ പിന്നെ പറയാം. അല്ല, എന്താ എല്ലാവരും ഈ പുത്തൻ ഉടുപ്പെല്ലായിട്ട് നല്ല ഭംഗിയിലാണല്ലോ. എന്താ കാര്യം? അത് പിന്നെ ഈ അപ്പൂപ്പന് ഒന്നും അറിയില്ല. ഇന്ന് ഓണമല്ല, തിരുവോണം. ഓ, അത് ശരി. അപ്പൂപ്പന് ഓണമല്ലേ? പിന്നെ നമ്മൾ മലയാളികൾക്ക് ഏവർക്കും ഓണമുണ്ട്. എന്താ നിങ്ങളുടെ എല്ലാം പേര്? എന്റെ പേര് വീണ. എന്റെ പേര് ജെറീറ്റ. എന്റെ പേര് സോന. എന്റെ പേര് നയന. എന്റെ പേര് അഖിൽ. എന്റെ പേര് ആയിലൻ. എന്റെ പേര് അപ്പു. എന്താ അപ്പന്റെ പേര്? എൻ്റെ പേര് പറയാം. അതിനു മുൻപ് ഒരു കാര്യം. ഓണം എന്നാൽ എന്താണ്? നമ്മൾ നാട്ടിൽ വരും. ഞാൻ പറയാം. അന്നാ എനിക്ക് പുതിയ ഉടുപ്പ് കിട്ടും. നല്ല സദ്യ കഴിക്കാം. പിന്നെ പൈസവും. അപ്പൂപ്പനെ അമ്മൂമ്മനെ കാണാൻ വരും എല്ലാ ഓണത്തിനും. ഡാഡിയും അപ്പൂപ്പന്മാര് കല്ലും കുടിക്കും. പിന്നെ രാത്രിയും തല്ലും പിടിക്കും. ഒന്നും മിണ്ടാതിരിക്കത്തില്ല. ഓണം എന്നാൽ അപ്പോൾ അതാണ്. പക്ഷേ കള്ളും അടിയില്ലാത്ത ഓണം, അതാണ് നമ്മൾ മലയാളികൾക്ക് വേണ്ടത്. ഞാനൊരു കഥ പറയാം. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? പണ്ട്, വളരെ പണ്ട് കേരളം ഭരിച്ചിരുന്ന ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. ചക്രവർത്തി, അസുരൻ എന്ന് പറഞ്ഞാൽ ആരാ? ചക്രവർത്തി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവ്. അസുരന്മാർ എന്നാൽ ദേവാംശം ഒട്ടുമില്ലാത്തവർ. ആ രാജാവിൻ്റെ കാലത്ത് നാട്ടിൽ എന്നും എവിടെയും സന്തോഷവും സമാധാനവും ആയിരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കള്ളുകൂടിയും വഴക്കും ഇല്ലാത്ത ഒരു സുന്ദര രാജ്യം. എന്നിട്ട് ആ രാജ്യം ഇപ്പൊ എവിടെ? പറയാം. മഹാബലിയുടെ പുത്രനായിരുന്നു ബാണൻ. സ്വന്തം പിതാവിനെ ഇന്ദ്രപദത്തിൽ എത്തിക്കുമെന്ന് ഉഗ്രശബ്ദം ചെയ്ത് അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തു വരികയായിരുന്നു. എന്നാൽ അങ്ങ് സ്വർഗലോകത്തിൽ മഹാബലിയുടെ ഭരണം ദേവന്മാർക്കിടയിൽ വലിയ അസൂയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും പല രീതിയിൽ മഹാബലിക്ക് കഠിന പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. നല്ലവനും കഠിന വിഷ്ണുഭക്തനുമായ മഹാബലിയുടെ മുൻപിൽ അവയൊന്നും വിജയിച്ചില്ല എന്ന് മാത്രം. ആരാണ് ഈ ദേവന്മാർ? മഹാദേവൻ, തോമസൂട്ടി, പിന്നെ അപ്പുകുട്ടനും അല്ലേ? എടാ മണ്ട, നീ ഇനി വാ തുറന്നാൽ കാലത്തെ ഏത് കുരുത്തക്കേട് ഞാൻ എല്ലാവരോടും പറയാം. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ദേവലോകത്ത് വസിക്കുന്നവർ. ഇവർ ദൈവാംശമുള്ളവരാണ്. ദേവേന്ദ്രനായിരുന്നു മഹാബലിയുടെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നത്. മഹാബലിയുടെ ഭരണവൈഭവം തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ദേവേന്ദ്രൻ ഭയപ്പെട്ടു. അതിനാൽ മഹാബലിയെ പരീക്ഷിക്കുവാൻ മുൻകൈയെടുത്തതും ദേവേന്ദ്രൻ തന്നെയായിരുന്നു. പക്ഷേ സാക്ഷാൽ പരമശിവന്റെ വലിയ ഭക്തനായിരുന്ന ബാണൻ തൻ്റെ അതികഠോരങ്ങളായ തപസ്സും യാഗങ്ങളും കൊണ്ട് മഹാബലിയെയും രാജ്യത്തിനെയും രക്ഷിച്ചുകൊണ്ടിരുന്നു. മരണത്തെ ഭയന്നിരുന്ന ദേവന്മാർ അസുരന്മാരുടെ സഹായത്തോടുകൂടി പാലാഴിയിൽ അമൃത് കടയാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ദേവേന്ദ്രൻ തന്നെ നേരിട്ട് വന്ന് മഹാബലിയോട് സഹായം ചോദിച്ചു. ബാണന്റെയും രാജഗുരുവിൻ്റെയും വാക്കു മറികടന്ന് ദേവന്മാരെ സഹായിക്കാൻ മഹാബലി വാക്കുകൊടുത്തു.
അമൃത് കടഞ്ഞെടുത്ത ദേവന്മാർ അസുരന്മാരുമായി ഉണ്ടാക്കിയിരുന്ന ഉടമ്പടി ലംഘിച്ചു. സ്വന്തമാക്കിയ അമൃത് കഴിച്ച് ദേവന്മാർ ചിരഞ്ജീവികളായി മാറി. അതോടെ ദേവന്മാർ കൂടുതൽ ശക്തരും പ്രബലരുമായി മാറി. അവർ കൂടുതൽ പരീക്ഷണങ്ങളുമായി മഹാബലിയുടെ അടുത്തുകൂടി. തന്റെ വാക്കനുസരിക്കാത്ത അച്ഛനോട് ഒരുമിച്ച് കൊട്ടാരത്തിൽ താമസിക്കില്ലെന്ന് ബാണനും രാജഗുരുസ്ഥാനം മതിയാക്കുമെന്ന് രാജഗുരു ശുക്രാചാര്യനും മഹാബലിയുടെ മുൻപിൽ തുറന്നു പറഞ്ഞു. ഒടുവിൽ ബാണന്റെയും രാജഗുരുവിന്റെയും നിർബന്ധത്തിന് മുൻപിൽ 12 വർഷം നീണ്ടു നിൽക്കുന്ന മഹായാഗത്തിന് മഹാബലി സമ്മതിച്ചു. ആ സമയത്ത് രാജസഭയിൽ മഹാബലി ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നാരദ മഹർഷിയും സന്നിധനായിരുന്നു. എന്നാൽ നാരദ മഹർഷി ആ വിവരം എത്രയും വേഗം ദേവേന്ദ്രനെ അറിയിച്ചു. ഈ മഹായാഗത്തിനൊടുവിൽ മഹാബലി ഇന്ദ്രലോകത്തിന് അധിപനാകും എന്ന വാർത്ത ദേവേന്ദ്രനെ വല്ലാതെ അലട്ടി. ഇന്ദ്രന്റെ കൽപ്പന പ്രകാരം വരുണദേവനും വായുദേവനും അഗ്നിദേവനും യാഗശാലയിൽ യാഗം മുടക്കാൻ എത്തിച്ചേർന്നു. ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കിയ ബാണൻ കൈലാസനാഥനെ ധ്യാനിച്ചു. തൻ്റെ പ്രിയഭക്തനെ പരമശിവൻ സഹായിച്ചു. യാഗശാലയ്ക്ക് ചുറ്റും പരമശിവൻ തൻ്റെ ശൂലം കൊണ്ട് ഒരു കവചം സൃഷ്ടിച്ചു. ഇതറിഞ്ഞ ഇന്ദ്രൻ ഉടൻ തന്നെ മഹാവിഷ്ണുവിനെ കൊണ്ട് തൻ്റെ സങ്കടം അറിയിച്ചു. ധർമ്മസങ്കടത്തിൽ മഹാവിഷ്ണുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ഒരു ഭാഗത്ത് ദേവേന്ദ്രന്റെ സങ്കടം, മറുഭാഗത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ മഹാബലി. ഒടുവിൽ തൻ്റെ 5ാമത്തെ അവതാരത്തിന് തയ്യാറായി. അങ്ങനെ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന താപസ ദമ്പതികളായ കാശിപിന്റെയും അതിഥിയുടെയും മകനായി മഹാവിഷ്ണു അവതാരമെടുത്തു. ഇതറിഞ്ഞ ബാണനും ശുക്രാചാര്യനും ആ കുഞ്ഞിനെ വധിക്കാൻ ആളെ അയച്ചിരുന്നു. മഹാവിഷ്ണുവിന്റെ ആജ്ഞാപ്രകാരം ദമ്പതികൾ തങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർത്തു. അവിടെ വച്ചാണ് കുഞ്ഞിന് വാമനൻ എന്ന് പേര് വിളിച്ചത്. ഭരദ്വാജ മുനിയുടെ ശിക്ഷണത്തിൽ വാമനൻ വേദങ്ങൾ പഠിച്ചു. എന്നാൽ അവിടെ മഹാബലിയുടെ സുദർശന യാഗം തുടർന്നുകൊണ്ടിരുന്നു. പഠനങ്ങളെല്ലാം പൂർത്തിയാക്കിയ വാമനൻ തൻ്റെ ഗുരുവിന് ഗുരുദക്ഷിണ നൽകാൻ തീരുമാനിച്ചു. ദരിദ്ര കുടുംബത്തിൽ നിന്നും വന്ന വാമനൻ ഗുരുദക്ഷിണയായി ചോദിച്ചത് 3 അടി മണ്ണ് മാത്രമായിരുന്നു. മഹാദാനശീലനായ മഹാബലിയിൽ നിന്നും 3 അടി മണ്ണ് ദാനമായി വാങ്ങാൻ വാമനൻ മഹാബലിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അന്ന് സുദർശന യാഗം സമാപിക്കുന്ന ദിനമായിരുന്നു. എന്നാൽ യാഗസമാപനം മഹാബലി ഇത്രമാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത്: തൻ്റെ പ്രജകളുടെ ക്ഷേമം വെടിഞ്ഞ് ഒരു ഇന്ദ്രപദവിയും തനിക്ക് വേണ്ട. അന്ന് യാഗശാലയിൽ എത്തിച്ചേർന്ന വാമനൻ തൻ്റെ ആവശ്യം അറിയിച്ചു. തൻ്റെ ഗുരുവിന് വേണ്ടി വെറും 3 അടി മണ്ണ് 12 വർഷത്തെ മഹായാഗം തീരുന്നത് വരെ ഒരു ദാനവും പാടില്ലെന്ന് ശുക്രാചാര്യൻ തറപ്പിച്ചു പറഞ്ഞു. ദാനം ചെയ്യുന്നതിനേക്കാൾ വലിയ ധർമ്മം ഇല്ലെന്ന് പറഞ്ഞ് മഹാബലി തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു. സ്വന്തം ശരീരം വരെ ദാനമായി കൊടുത്ത പാരമ്പര്യമാണ് നമുക്കുള്ളതെന്നും പറഞ്ഞ് ബാണനെ അദ്ദേഹം ശകാരിച്ചു. എന്നിട്ട് വാമനന്റെ കയ്യിൽ നിന്നും തീർത്ഥം വാങ്ങി കഴിച്ചു 3 അടി മണ്ണ് അളന്നെടുത്തോളാൻ പറഞ്ഞു. ഉടൻ തന്നെ ബാലനായ വാമൻ വളർന്നു വലുതായി. ഇരുലോകവും അളന്നെടുത്തു. 3ാമത്തെ അടി മണ്ണിന് വേണ്ടി മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. തന്റെ ഭക്തന്റെ തലയിൽ കാലുകൾ വെച്ചു മഹാവിഷ്ണു മഹാബലിയോട് എന്തെങ്കിലും വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. പ്രജാസ്നേഹിയായ ചക്രവർത്തി എല്ലാ വർഷവും തൻ്റെ നാടും പ്രജകളെയും വർഷത്തിലൊരിക്കൽ കാണാൻ വരാൻ അനുവാദം ചോദിച്ചു. അനുവാദം കൊടുത്ത മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് കാലുകൾ വെച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ മഹാബലി വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്ന ദിവസമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. മനസ്സിലായി? നല്ല കഥ. പാവം രാജാവ്. ഇനി ഞങ്ങൾക്ക് മഹാബലിയെ കാണാൻ പറ്റുമോ അപ്പൂപ്പ? മനസ്സിൽ നന്മയുള്ള എല്ലാവർക്കും കഴിയും. ഞങ്ങൾക്ക് കാണാം.
എന്നാൽ എല്ലാവരും കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല തിരുവോണം ആശംസിക്കുന്നു. വാ, നമുക്കൊരുമിച്ചൊരു പാട്ട് പാടാം.